തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും കാതലായതും ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതുമായ പ്രബോധനങ്ങളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ യേശുക്രിസ്തു ദൈവജനത്തോട് അധികാരമുള്ളവനെ പോലെ ഉപദേശിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാഗ്ന കാർട്ടയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നീ അധ്യായങ്ങൾ. ഇത് ഗിരിപ്രഭാഷണം എന്ന പേരിലും അറിയപ്പെടുന്നു. ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രമാണരേഖയായി ഇതിനെ കരുതുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും കുറിച്ച് ഓർക്കാതെ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും മഹാ അപരാധമാണെന്ന് പറഞ്ഞ് അവരെ ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്ന കപടകരമായ രീതി കണ്ടിട്ടായിരിക്കാം അന്യനെ വിധിക്കുന്നതിനെക്കുറിച്ച് യേശു തമ്പുരാൻ വളരെ വ്യക്തമായ ബോധ്യങ്ങൾ നൽകുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അവരെ ഉപദേശിക്കുന്നതിന് മുൻപ് സ്വയം തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കി തൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി തങ്ങളെ തന്നെ ഉപദേശിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ ഒരുങ്ങുകയും വേണം. ഇതിന് യേശു വളരെ മനോഹരമായ ഒരു ഉപമയും പറയുന്നുണ്ട്. സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയും എന്നാണ് യേശു ചോദിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ചെറിയ കുറ്റങ്ങൾ പോലും വലുതായി കാണുന്നത്. പ്രിയമുള്ളവരെ, തെറ്റുകുറ്റങ്ങളെയും പാപപങ്കിലമായ ജീവിത രീതിയെയും വെറുത്തുപേക്ഷിച്ച് ആത്മീയമായ ജീവിത രീതി സ്വീകരിച്ച് ജീവിതം നയിക്കുക എന്നതാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ഈ രീതി മറ്റുള്ളവർ കണ്ട് അവരും ദൈവരാജ്യത്തിന് യോഗ്യതയുള്ള വിധത്തിൽ ജീവിക്കുവാൻ കഴിയണം. ഇതാണ് യഥാർത്ഥ ഉപദേശം. എങ്കിൽ മാത്രമേ അന്ത്യന്യായവിധിയിൽ നിന്ന് മോചനം ലഭിച്ച് ദൈവരാജ്യത്തിലേക്ക് അർഹത ലഭിക്കൂ. ഈ സന്ദേശമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത് പോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ട് അവരെ ന്യായം വിധിക്കാതെ നമ്മളുടെ തെറ്റ് കുറ്റങ്ങൾ തിരുത്തി ദൈവഹിതമനുസരിച്ച് മറ്റുള്ളവർക്ക് നല്ല മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.